ഈ വർഷത്തെ ഓണം അതിഗംഭീരമായിരുന്നു. വളരെ കുറച്ചു കാലം മുമ്പൊക്കെ ഞങ്ങളുടെ വീട്ടിൽ നിന്നുള്ള ആഘോഷമായിരുന്നു ഓണം. എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികളും ആൾക്കാരൊക്കെ കൂടിയിട്ട് പല പൂക്കളം പറിച്ചുകൊണ്ട് പൂക്കളിട്ട് പല പരിപാടികളും മാവേലി മന്നൻ്റെ കഥകളൊക്കെ പറഞ്ഞ് ആഘോഷിക്കുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് കൂടുതൽ വിശദമായിട്ട് തന്നെ ഇന്ന് ഓണം കടകളിലും മറ്റേ ആഘോഷമൊക്കെ വലിയ വലിയ കമ്പനികളിലും ഇങ്ങനത്തെ ഓഡിറ്റോറിയങ്ങളിലൊക്കെയാണ് ഇന്ന് ആഘോഷം നടക്കുന്നത്. നാട്ടിൻപുറത്തെല്ലാം ആഘോഷം കുറഞ്ഞിരിക്കുകയാണ്. 10 മുതൽ 10 വരെ നമ്മൾ 10 ദിവസം പൂക്കൾ വീട്ടിലൊക്കെ ഇടാറുണ്ടായിരുന്നു പണ്ട്. നമ്മളെ അമ്മയും മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ച് പൂക്കളിടലും അതിനോട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും കുട്ടികളുമായിട്ട് സംവദിക്കലും ഓണത്തിനെ പറ്റി പാട്ടുപാടകളും ചെണ്ടമേളങ്ങളും ഒക്കെ ഉണ്ടാവുമായിരുന്നു. ഇപ്പോഴതൊക്കെ കുറഞ്ഞു. ആൾക്കാരെ വീട്ടുകളിലില്ല ഇപ്പോഴും. അപ്പോൾ അതൊക്കെ പല ദിക്കുകളിലായി പിരിഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള ഓണങ്ങളിൽ പങ്കെടുത്തിട്ട് നമ്മുടെ ആ ഓണത്തോടുള്ള നമ്മുടെ സന്തോഷം അറിയിക്കുകയാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്നിട്ട്. പുതിയ തലമുറയ്ക്ക് ഇന്നത്തെ ഓണം എന്ന് വെച്ചാൽ അതിഭയങ്കരമായ ആഘോഷം എന്ന് വെച്ചാൽ ഭക്ഷണത്തിലൂടെയാണ്. വലിയ വലിയ പിന്നെ മോഡേൺ ഭക്ഷണങ്ങൾ കഴിച്ചിട്ടാണ് ഇന്നത്തെ ആഘോഷങ്ങൾ അധികം ആഘോഷിക്കുന്നത്. ഇങ്ങനെ കലാപരിപാടികൾ കുറവാണ്. കലാപരിപാടികൾ ഇത്തരം ക്ലബ്ബുകളിലും മറ്റേ ആഘോഷം ഒക്കെ ഇങ്ങനെ ഓഡിറ്റോറിയങ്ങളിലൊക്കെ ഉള്ളൂ. പക്ഷേ വീടുകളിലുള്ള എല്ലാവരും ഇന്ന് ഓണക്കാലത്ത് പുറത്തു പോയി ആഘോഷിക്കുകയാണ്, ഹോട്ടലുകളൊക്കെ പോയിട്ട്. അതൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് നാട്ടിലൊക്കെ. എല്ലാവർക്കും ഐശ്വര്യമാർന്നൊരു ഓണം ആശംസിക്കുന്നു.